ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ കുറച്ച് നാളുകളായിട്ട് ചിരട്ടപ്പുട്ടില്ലേ, അതിൻ്റെ മോൾഡിലാണ് നമ്മൾ പുട്ടുണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഇത് കുറേ നാളായിട്ടിരിക്കുന്ന ഈ സംഭവം പുട്ടുകുറ്റി, അപ്പോൾ ഒന്ന് കുറ്റിയിൽ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണല്ലേ പുട്ട്. എന്തിൻ്റെ കൂടെയും പുട്ട് കോമ്പായിട്ട് പോകില്ല. ഒന്നില്ലെങ്കിലും കുറച്ച് പഞ്ചസാര വെച്ചിട്ടായിട്ട് നമുക്ക് പുട്ട് കഴിക്കാൻ പറ്റും. അതും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ ഞാനിന്നിവിടെ പുട്ടിന് നമ്മുടെ പപ്പടം പൊടിച്ച് വറുത്തതും പിന്നെ നമ്മുടെ ചെറുപയർ ഉപ്പേരിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമ്മൾ തൃശ്ശൂർക്കാർ ചെറുപയർ ഇങ്ങനെ ആക്കുന്നതിന് ഉള്ളിമുളകും കാച്ചിയെടുക്കുന്നതിന് ഉപ്പേരി എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ചിന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരിക്ക് നല്ല നാട്ടുമാങ്ങ തന്നെ വേണം കേട്ടോ. മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മാങ്ങയില്ല, നല്ല സ്മെല്ലും അതുപോലെ സൈസ് കുറവും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു മാങ്ങ, നാര് കൂടുതലുള്ള മാങ്ങ. പല സ്ഥലത്തും പല പേരാണ് ഈ മാങ്ങയ്ക്ക് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് അത് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 1 kg അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ. അപ്പോൾ അതെല്ലാം ഒരു മൺകലത്തിലേക്ക് നമ്മൾ ഇടാനായിട്ട് വേവിക്കാൻ വയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ശർക്കര, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കുക്കായി വരാനായിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം മീഡിയം തീയിലിട്ടാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അധികം പുളിയൊന്നും ഇല്ല കേട്ടോ. നല്ല മധുരമായിരുന്നു, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തരി പോലും കേടോ ചീഞ്ഞതോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ കുറച്ച് കറി ലീവ്സും കൂടി നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരപ്പൊഴിക്കാൻ കേട്ടോ. ഇതിൽ ജീരകം, നാളികേരം, കുറച്ച് തൈരും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചത് കേട്ടോ. പിന്നെ ഒരു ഉള്ളിയും ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് വെളുത്തുള്ളിയും ചേർത്തിട്ടാണ് അരപ്പ് തയ്യാറാക്കി ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അതൊന്ന് പാകമായി വരുന്നവരെ മീഡിയം തീയിലിട്ട് കുറച്ച് നേരം നമ്മൾ വേവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ തൈര് ഓൾറെഡി ചേർത്തതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ, എന്തെങ്കിലും ബാലൻസ് കുറവ് ഉണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി അതിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇത് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് ഒരല്പം മുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പണ്ട് വേനലവധിക്ക് നമ്മൾ തറവാടുകളിൽ നിൽക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഭവം തന്നെയായിരിക്കും നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിൽ. അപ്പോൾ നമുക്ക് ലഞ്ച് സെർവ് ചെയ്താലോ. അപ്പോൾ ഓരോരുത്തരുടെയും പാകത്തിന് ചോറ് നമ്മൾ വിളമ്പുന്നുണ്ട്, കൂടെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി കേട്ടോ. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി മാത്രമല്ല, നമുക്ക് കാലത്ത് വെച്ചിട്ടുള്ള ചെറുപയറുണ്ട്, പിന്നെ രാത്രിയിലത്തെ കുറച്ച് ബീഫിൻ്റെ കറിയുണ്ട്, പപ്പടമുണ്ട്, മാങ്ങ ചമ്മന്തി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ലഞ്ച് നമ്മൾ കഴിച്ചത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ചിലർക്ക് ചാറ് കുറച്ച് മതി, ചിലർക്ക് മാങ്ങ അധികം വേണം, ചിലർക്ക് ചമ്മന്തി വേണ്ട, അങ്ങനെ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ സെർവ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.